നമസ്കാരം. ഞെട്ടുന്ന വാർത്തയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേരളം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് തയ്യാറെടുക്കാൻ പറഞ്ഞത്. സംഭവം CPIM-നെ കുറിച്ചാണോ സർക്കാരിൽ ഘടകമായ മറ്റേതെങ്കിലും പാർട്ടിയെക്കുറിച്ചാണോ എന്നൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിലേക്ക് ഏറെ വൈകാതെ ഒരു കാളയുമായി പോകേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പറഞ്ഞത് 24 മണിക്കൂർ കഴിയും മുമ്പ് BJP സംസ്ഥാന നേതാവിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നെന്ന വിവരം പുറത്തുവന്നു. അതിന്റെയും ആഘാത കേന്ദ്രം പാലക്കാടാണ്. മറ്റൊന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാനിച്ചു കഴിഞ്ഞു എന്നാണത്. അപ്പോഴിനി CPIM-നും BJP-ക്കുമെതിരെയുള്ള ചീട്ടുകൾ ഓരോന്നായി പുറത്തെടുക്കാനുള്ള സമയമാണ്. ഞെട്ടാൻ തയ്യാറെടുക്കാൻ പറഞ്ഞ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഈ ഓണക്കാലത്ത് നല്ല ഒന്നാന്തരം ഓണത്തല്ലാണ് പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനം. കാളപ്പൂട്ടു മത്സരവും അകമ്പടിയായി ഉണ്ടാകും. സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നു കേരളം ഞെട്ടാൻ പോകുന്ന ആ വാർത്ത. സർക്കാരിലെ ഒരു അംഗത്തിനെതിരെയും BJP-യിലെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയും പരാതിയുണ്ട് എന്ന കിംവദന്തി കുറച്ചായി പ്രചരിക്കുന്നുണ്ട്. മൂടിവെച്ചിരിക്കുന്ന ആ പരാതികൾ കുടം തുറന്ന് പുറത്തുവരും എന്നായിരിക്കും പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത്. BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരായ പരാതിയിൽ പാർട്ടി നടപടിയെടുക്കുമോ എന്ന് സന്ദീപ് വാര്യർ നടത്തിയ വെല്ലുവിളിയുണ്ട്. ഏത് പാർട്ടിയിലെ നേതാക്കൾക്കുമെതിരെ വലുതോ ചെറുതോ ആയ എന്തും എപ്പോഴും പുറത്തു വരാം. ഖജനാവിൽ നിന്ന് കാശെടുത്ത് കാലിച്ചായ വാങ്ങി ആർക്കെങ്കിലും നൽകിയാലും അഴിമതിയാണ്. അല്ലെങ്കിൽ പൊതുപ്രവർത്തനം മറയാക്കി ചൂഷണവും പീഡനവും നടത്തിയാലും ക്രിമിനൽ കുറ്റമാണ്. അതിനിയും പഠിക്കാത്തവർ ഉണ്ടെങ്കിൽ അനുഭവിക്കുക തന്നെ വേണം. അതിൽ ജനങ്ങളിപ്പോൾ ഞെട്ടാറില്ല. കാരണം അപസർപ്പക കഥകളല്ല, അന്നപ്രശ്നമാണ് മുന്നിലെന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് ഇവിടെ ഉള്ളതെന്നാണ്. രണ്ടാമത് വലിയൊരു സത്യമുണ്ട്. 2 പതിറ്റാണ്ടായി ലൈംഗിക കഥകളല്ലാതെ മറ്റൊന്നും രാഷ്ട്രീയ വിവാദമായി അവതരിപ്പിക്കാറില്ല എന്നതാണ്. വലിയൊരു അഴിമതിയോ കെടുകാര്യസ്ഥതയോ കേട്ടാൽ ജനം ഞെട്ടില്ല എന്ന സ്ഥിതി പണ്ടേ എത്തിക്കഴിഞ്ഞു. അതിനൊരു അപവാദമായിരുന്നു ലൈംഗിക ചൂഷണ കഥകൾ. ചേരുവ വേണ്ട വിധം ചേർന്ന് വന്ന ഒന്നായിരുന്നു സോളാർ ആരോപണങ്ങൾ. സ്റ്റണ്ടിന് സ്റ്റണ്ടും പാട്ടിന് പാട്ടും എന്ന രീതിയിൽ ലൈംഗികതയ്ക്ക് ലൈംഗികതയും അഴിമതിക്ക് അഴിമതിയും നിറഞ്ഞു നിന്ന ആരോപണങ്ങൾ. അതിനു മുമ്പോ ശേഷമോ ഇങ്ങനെ സർവം തികഞ്ഞ ആരോപണങ്ങൾ വന്നിട്ടില്ല. ഇതിനൊക്കെ ഒടുവിൽ വന്ന ഏറ്റവും ജുഗുപ്സാവഹമായ സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ. ഒരു തികഞ്ഞ പീഡകനെ പോലെ നിരവധി ഇരകളെ സൃഷ്ടിച്ച മറ്റൊരു നേതാവും ചരിത്രത്തിലില്ല. ഒന്നാം EMS സർക്കാരിനെതിരായ ആന്ധ്ര അരി വിവാദം സഭയിൽ ആദ്യമായി ഉന്നയിക്കുന്നത് പിന്നീട് KPCC അധ്യക്ഷനായ ആലുവ MLA ടി.ഒ. ബാവയാണ്. സർക്കാർ ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങാനിരുന്ന ദിവസം ആലുവയിലെ ഒരു വ്യാപാരിക്ക് അതിലും കുറഞ്ഞ വിലയ്ക്ക് അരിയുടെ വാഗ്ദാനം കിട്ടി എന്നായിരുന്നു രേഖ. സഭയിൽ ഹാജരാക്കിയ ആ കൊട്ടേഷൻ യഥാർത്ഥത്തിൽ ടി.ഒ. ബാവയുടെ പിതാവിന് കിട്ടിയതായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ബാവയുടെ പിതാവ് ആലുവയിലെ അരി വ്യാപാരിയായിരുന്നു. സർക്കാർ ആന്ധ്രയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ഇറങ്ങിയതിൽ വ്യാപാരികൾ നിരാശയിലുമായിരുന്നു. അങ്ങനെ ഉണ്ടായ ആരോപണമാണ് ആന്ധ്ര അരി വിവാദമായി പടർന്നത്. തിരുക്കൊച്ചിയും മദിരാശിയുമായി നിന്ന കാലത്തും ഇതിലേറെ തുകയുടെ അഴിമതി ആരോപണങ്ങൾ നാട് കണ്ടതാണ്. തിരുക്കൊച്ചിയിൽ കോളറ മരുന്ന് വാങ്ങിയതിനെതിരെ ശബ്ദമുയർത്തിയത് TV തോമസും KR ഗൗരിയമ്മയുമൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് വളം വാങ്ങിയ വിവാദമുണ്ടായി. പണം ചെലവഴിച്ചിട്ടും ഒരിക്കലും നാട്ടിൽ എത്താതെ പോയ എല്ലുപൊടിയുടെ കഥയായിരുന്നു അത്. പിന്നീടുള്ള കാലത്ത് അനേകം അഴിമതി ആരോപണങ്ങൾ വന്നു. രണ്ടാം EMS സർക്കാരിൽ ആദ്യത്തെ ആരോപണം ആരോഗ്യമന്ത്രി B. വെല്ലിംഗ്ടന് എതിരെയായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന ഫാദർ വടക്കന്റെ പ്രതിനിധിയാണ് വെല്ലിംഗ്ടൺ. നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിക്കെതിരെ ആരോപണം അന്വേഷിക്കണമെന്ന പ്രമേയം പാസായത് ആ സംഭവത്തിലാണ്. CPIM-ഉം CPI-യും ഉൾപ്പെടെ മന്ത്രിസഭയിലെ ഘടകകക്ഷികൾ തമ്മിലുണ്ടായിരുന്ന അകൽച്ചയായിരുന്നു അത്തരമൊരു പ്രമേയം പാസാക്കുന്നതിലേക്ക് നയിച്ചത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് സർക്കാരിലെ സഖ്യകക്ഷിയായ CPI-യുടെ നേതാവ് E. ചന്ദ്രശേഖരൻ നായരായിരുന്നു. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഞെട്ടൽ. ഞെട്ടലിന് മറുഞെട്ടൽ വരുന്നതും ആ സംഭവത്തിന് പിറ്റേന്നാണ്. CPI-യുടെ സ്പീക്കർ D. ദാമോദരൻ പോറ്റിക്കെതിരെ അവിശ്വാസ പ്രമേയം സഭയിൽ വന്നു. അവതരിപ്പിച്ചത് CPIM നേതാവ് P. ഗോവിന്ദപിള്ള. അന്നത്തെ രാഷ്ട്രീയത്തിൽ ഞെട്ടിക്കലും വിറപ്പിക്കലും ഇങ്ങനെയായിരുന്നു. ഒരേ മുന്നണിയിൽ തന്നെയുള്ള പാർട്ടികൾ പരസ്പരം അഴിമതി ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതി. അന്നൊക്കെ ലൈംഗിക കഥകൾ ഉണ്ടായിരുന്നില്ലേ? ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് TV തോമസും KR ഗൗരിയമ്മയും തമ്മിലുള്ള അടുപ്പം വലിയ വിവാദമായി. TV തോമസ് ആണെങ്കിൽ വിവാഹിതനും.
ദിവസവും എന്നതുപോലെ അന്തിപ്പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ 2 മന്ത്രിമാരും വിവാഹം കഴിച്ചു. 2 മന്ത്രി മന്ദിരങ്ങൾക്കിടയിലുള്ള മതിൽ പൊളിച്ച് TV തോമസ് ഗേറ്റ് വച്ചു. അതായിരുന്നു വിവാഹത്തിന്റെ അടയാളം. 2 മന്ത്രിമാരും പിണങ്ങിപ്പിരിഞ്ഞതും ജനമറിഞ്ഞു. ആ ഗേറ്റ് പൊളിച്ച് ഗൗരിയമ്മ വീണ്ടും മതിൽ പണിതപ്പോഴായിരുന്നു അത്. ജനത്തെ അത്രയും ലഹരി പിടിപ്പിച്ച വാർത്തകളൊന്നും പിന്നീടുണ്ടായിട്ടില്ല. 2ാം EMS സർക്കാരാണ് മന്ത്രിമാരായ B. വില്ലിംഗ്ടൺ, MN ഗോവിന്ദൻ നായർ, TV തോമസ്, PR കുറുപ്പ് എന്നിവർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ AN മുള്ളയായിരുന്നു അന്വേഷണ കമ്മീഷൻ. മത്തായി മാഞ്ഞൂരാൻ, KR ഗൗരിയമ്മ, EK ഇമ്പിച്ചി ബാവ എന്നിവർക്കെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം കൊണ്ടുവന്നത് CPI-യിലെ TA മജീദ് ആയിരുന്നു. അതും സഭയിൽ പാസായി എന്നതാണ് വൈചിത്രം. കള്ളുഷാപ്പ് അനുവദിച്ചതിലും കിസ്തിൽ ഇളവ് നൽകിയതിലും അഴിമതി. സർക്കാർ ഭൂമി ബന്ധുക്കൾക്ക് നൽകി. പഞ്ചസാര കുറച്ചുപയോഗിച്ച ബേക്കറിക്ക് അനുകൂലമായി നടപടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടെടുത്തു. പ്രോസിക്യൂട്ടർ സ്ഥാനങ്ങളിലേക്ക് ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും നിയമിച്ചു. തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ. KR ഗൗരിയമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ തെളിവില്ലെന്ന് കാണിച്ച് കമ്മീഷൻ തള്ളി. അതേസമയം റേഷൻ വ്യാപാരികളെ നിയമിക്കുന്നതിലും ഗതാഗത വകുപ്പിലെ നിയമനങ്ങളിലും EK ഇമ്പിച്ചി ബാവ വഴിവിട്ട് ഇടപെട്ടു എന്ന നിഗമനത്തിലാണ് കമ്മീഷൻ എത്തിയത്. അതുപോലെ തടിയുടെ പെർമിറ്റ് നൽകുന്ന കാര്യത്തിൽ MK കൃഷ്ണൻ ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും കമ്മീഷൻ വിധിയെഴുതി. മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ CPI-ക്കെതിരായ ആരോപണങ്ങൾ KK രാമൻകുട്ടി കമ്മീഷൻ ഭാഗികമായി ശരിവച്ചു. ധനമന്ത്രി PK കുഞ്ഞ് മരുമകൻ മുഹമ്മദിനെ ലോട്ടറി ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചതിൽ സ്വജനപക്ഷപാതമുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇത്രയുമൊക്കെ അഴിമതി ആരോപണങ്ങൾ ഒരു സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നതും അന്വേഷണ കമ്മീഷനുകൾ ശരിവെക്കുന്നതും ഇന്നാണെങ്കിൽ എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. സർക്കാരും പാർട്ടികളും ഛിന്ന ഭിന്നമായി പോകും. അന്നത്തെ കാലവുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് ഭേദമാണെന്ന് കാണാം. വല്ലപ്പോഴും ഒരു അഴിമതി, ലേശം ലൈംഗികാരോപണം, പിന്നെ ആവശ്യത്തിലധികം സ്വജനപക്ഷപാതം. ഇതാണ് നടപ്പ് രീതി. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ഞെട്ടാൻ തയ്യാറായിക്കൊള്ളാൻ കേരളത്തോട് പറയുന്നത്. ഇതുവരെ കണ്ടതിലും വലിയ അഴിമതിക്കാരും പീഡകരും ഉണ്ടെങ്കിൽ അവർ പുറത്തു വരിക തന്നെ വേണം. സ്പോട്ട്ലൈറ്റിനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.